പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ത്രിയേക ദൈവമേ, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നൊരു ദിവസം തന്ന് അനുഗ്രഹിക്കുകയും പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെയും എൻ്റെ രക്ഷകനായ യേശുനാഥൻ്റെ കൃപയാൽ നടത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകൾ തരുകയും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്ത ആ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്വർഗീയ പിതാവേ, ഈ കരുണയുടെ സമയം അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ പീഡാസഹനം ഓർത്തുകൊണ്ട് ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും സഹോദര കുടുംബാംഗങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെയും, പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം പ്രാർത്ഥിക്കുന്ന മക്കളാക്കി മാറ്റണമേ. പ്രാർത്ഥന എന്ന താലന്ത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രാർത്ഥിച്ചു, വചനമെടുത്തു വായിച്ചു, ധ്യാനിച്ചു. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നും 16-ാം അധ്യായം വായിച്ചു. ജോബ് രോഗത്താൽ വലയുന്നതും വ്രണം പിടിച്ച് ചാക്കുടുത്ത് ഓട്ടുകഷ്ണം കൊണ്ട് ദേഹം ചൊറിയുന്നതുമെല്ലാം നമുക്ക് ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം. അങ്ങനെ ആയിരിക്കുന്ന സമയം 16-ാം അധ്യായത്തിൽ ജോബിൻ്റെ സ്നേഹിതർ ആശ്വസിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ജോബ് പറയുന്ന മറുപടിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ് എന്ന മറുപടിയാണ്. ആ ഭാഗം വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എന്നാൽ 19-ാം വാക്യം പറയുന്നു, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു എന്നാണ് ജോബ് പരിഹസിക്കുന്നവരോട് പറയുന്നത്. അതേ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വേദനയിൽ പോലും പരിഹസിക്കുന്നവർ കാണും. ഇപ്പോൾ ജോബിൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുകയും ദൈവത്തിൽ നിന്ന് അകലാതെയും കഴിഞ്ഞതുപോലെ നാം ഓരോരുത്തരും ആര് നമ്മെ വേദനിപ്പിച്ചാലും ജീവിത സാഹചര്യങ്ങൾ മെച്ചമല്ലെങ്കിൽ പോലും ദൈവത്തിൽ നിന്നകലാതെ സ്വർഗം നോക്കി കണ്ണുനീർ ഒഴിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ ഒരു കുറിപ്പ് വായിക്കുവാനിടയായി. ആ കുറിപ്പ് ഇങ്ങനെയാണ്: പാത മനോഹരമാണെങ്കിൽ എങ്ങോട്ടാണെന്ന് അന്വേഷിക്കണം, എന്നാൽ ലക്ഷ്യസ്ഥാനം മനോഹരമാണെങ്കിൽ പാതയെക്കുറിച്ച് അന്വേഷിക്കേണ്ട, മുന്നോട്ട് തന്നെ സഞ്ചരിക്കാം. അതെ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാത നേരെയാണെങ്കിൽ നമുക്കൊരു ലക്ഷ്യം കാണും, സ്വർഗമെന്ന ലക്ഷ്യം. ആ ലക്ഷ്യം സ്ഥാനം നോക്കി മുന്നോട്ട് പോകുമ്പോൾ കർത്താവായ യേശു ആ നല്ല പാത നമുക്ക് വേണ്ടി ഒരുക്കും. വഴിയും സത്യവും ജീവനുമായ ഈശോയുടെ മുഖത്തേക്ക് നോക്കി നാം മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് തന്നെ സ്വർഗം ലക്ഷ്യം വെച്ച് തന്നെ യേശുനാഥനെ കാണണമെന്ന ആ ഉത്തമ ബോധത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഈ കരുണയുടെ സമയം അതിനായി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.